എന്നാണ്ട് വിശേഷം? അപ്പോൾ ഇന്നൊരു റെയിനി ഡേ. രാവിലെ 9:45 ആയതേ ഉള്ളൂ. പക്ഷേ മഴ നന്നായിട്ട് ചാറുന്നുണ്ട്. എൻ്റെ ഉടുപ്പിലൊക്കെ വീണ് തുടങ്ങി. അപ്പം ഞാൻ ഇന്ന് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അയൽവക്കത്തെ ആളുടെ മുന്തിരി അനുസരണയില്ലാതെ നമ്മുടെ മുറ്റത്തേക്ക് വീണ് കിടന്ന് അതിൽ മുട്ടിട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇപ്പോൾ അത് ശരിക്കും എന്നാ പറയുന്നത്, മുന്തിരി ആയിട്ടുണ്ട്. പഴുത്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഡിസംബറാ, ഫെബ്രുവരി മാർച്ചിലാണ് ഇത് പഴുക്കുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. അത്രയും നാൾ ഞാൻ എങ്ങനെ വെയിറ്റ് ചെയ്തത് എനിക്കറിയില്ല. നോക്കിയേ, എന്ത് ഭംഗിയാണ് കാണാനെന്നല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് ഈ മുന്തിരിയുടെ ലൈഫ് സൈക്കിൾ ഇങ്ങനെ നേരിട്ട് കാണുന്നത്. നമ്മളിപ്പോഴും മുന്തിരി കടയിൽ നിന്ന് മേടിച്ച് കഴിക്കും, പിന്നെ ഫോട്ടോയിലും ടിവിയിലും അങ്ങനെയൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇങ്ങനെ വിൻ്ററിൽ കരിഞ്ഞുണങ്ങി ഉണക്കക്കമ്പായിട്ട് നിന്നിട്ട് പിന്നെ എന്നാ പറയുന്നത്, സ്പ്രിങ് ഒക്കെ ആകുമ്പോഴത്തേനും ഇല വന്ന് പൂവിട്ട് ഇത് ഇപ്പം ഈ ഒരു പരുവത്തിൽ. ഇനി ഇത് പഴുക്കുമ്പോൾ ഏത് കളറാ, മധുരം ഉണ്ടാവുമോ എന്നൊക്കെ അറിയാൻ ഭയങ്കര എക്സൈറ്റഡാണ്. സംഭവം നമ്മുടെ എല്ലാ അയൽവക്കത്തെ ആളുടെ ആണേലും അധ്വാനിക്കാതെ ഇങ്ങനെ ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടുന്നത് ഭയങ്കര രസമുള്ള കാര്യമല്ലേ അല്ലേ. അപ്പം ഈ പ്രദേശം ഫുള്ള് മുന്തിരിയാണേ. ഒരുപാടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെ ഈ മതിലിൻ്റെ അപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, ഇത് കണ്ടോ. പിന്നെ ഇത് ഇങ്ങനെ പോകുമ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു പ്രദേശം മുഴുവൻ മുന്തിരിത്തോട്ടമാണേ. നല്ല രസമാണ്. ഞാനിപ്പോൾ ഇതൊരെണ്ണം എടുത്ത് പറിച്ച് കഴിച്ച് നോക്കാൻ പോവാണ്. അപ്പോൾ ഇത് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഓർമ്മ വന്നത് എന്നാണെന്നറിയാമോ, ഞങ്ങളുടെ വീട്ടിൽ പണ്ട് ഞങ്ങളുടെ മേളിൽ കളപ്പുരപ്പറമ്പിൽ പോകുമ്പോൾ അവിടെ ഒരു നെല്ലിയുണ്ട്. കുഞ്ഞു നെല്ലിക്ക ഉണ്ടാകുന്നത്. ആ നെല്ലിക്കയ്ക്ക് ഈ ടേസ്റ്റാണ്. പുളിയൊക്കെ ആയിട്ട്, പുളി ഒരു കമർപ്പും. പിന്നെ നമ്മുടെ ചീമനെല്ലിക്കയില്ലേ, ചീമനെല്ലിക്കും ഏകദേശം ഈ റൂബിക്ക എന്ന് പറയുന്നത് അതിന് ഈ ഒരു ടേസ്റ്റാണെന്ന് തോന്നുന്നത്. അതെ, വലിയ കാര്യത്തിന് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നത്. അപ്പം നന്നായിട്ട് അങ്ങ് മഴ പെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ ഓടിച്ചാടി തിന്നെ കയറി. നല്ലതായിട്ട് ഇടിയും കുടുങ്ങുന്നുണ്ട്. അപ്പോൾ കുറേ നാളായി ഇവിടെ ഇടി വെട്ടി മഴ പെയ്തിട്ട്. എന്നാ പറയുന്നത്, ക്ലൈമറ്റ് മാറാനൊക്കെ ആയിരിക്കും, ചൂട് കൂടാനായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.